ഈ ചൂടത്ത് നമുക്ക് നല്ലൊരു മാമ്പഴം ഐസ്ക്രീം ആയാലോ? വരൂ വീഡിയോയിലേക്ക് പോവാം. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഈ മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കാനായി നല്ലോണം പഴുത്ത മാമ്പഴം എടുക്കണം കേട്ടോ. അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് അതിനെ നല്ലോണം മുറിച്ചിട്ട് നമ്മൾ മിക്സിയിലേക്ക് ആഡ് ചെയ്യുക. നമ്മളിതിൽ എക്സ്ട്രാ ഷുഗറൊന്നും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ആ മാമ്പഴത്തിൻ്റെ ശരിക്കുള്ള ഒരു ഫ്ലേവറായിരിക്കും അതിലേക്ക് വരുന്നത് കേട്ടോ. ഒരുപാട് നാളായി എല്ലാവരുടെ അടുത്തും ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ മാമ്പഴമൊക്കെ മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ മിൽക്കും ലോ ഫാറ്റ് മിൽക്കാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് കേട്ടോ. അതും കൂടി ഉപയോഗിച്ച് നല്ലോണം അരച്ചെടുക്കുക മിക്സിയിൽ കേട്ടോ. ഞാനിവിടെ പേപ്പർ കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മോൾഡ് ഐസ്ക്രീം മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഞാൻ പേപ്പർ കപ്പിൽ ഒഴിച്ചെടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഫുൾ വന്നിട്ട് നട്ട്സ് ഇടുന്നില്ല. നിങ്ങൾക്ക് കാഷ്യൂ നട്ടോ ബദാമോ പിസ്ത ഏതൊക്കെ നട്ട്സ് ഉണ്ട് എല്ലാം ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ആഡ് ചെയ്യുന്നുള്ളൂ. 2 പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കണം. അതിലേക്ക് സ്റ്റിക്കും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോയിൽ ഉണ്ടെങ്കിൽ അതിൽ പൊതിഞ്ഞ് വയ്ക്കുക. ഞാനിന്ന് വാഴയിലയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫ്രീസറിലേക്ക് അതിനെ മാറ്റി. എന്നിട്ട് ഇതപ്പം ഞങ്ങൾ അതിനെ നെക്സ്റ്റ് ഡേ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡേ എടുത്തിട്ട് അതിനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലോണം സെറ്റായി. ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വെച്ചു നന്നായിട്ട്. ഫ്രിഡ്ജിൽ വയ്ക്കരുത് കേട്ടോ, ഫ്രീസറിൽ തന്നെ വെക്കണം. ഇതൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല കളറും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന്ന് ഇങ്ങനെ കത്തി കൊണ്ട് ഒന്ന് വിടിയിച്ചിട്ട് എടുക്കാൻ പറ്റും, നന്നായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ആ പേപ്പർ കപ്പ് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് സൂപ്പറായിട്ട് ഇത് ഐസ്ക്രീം തയ്യാറാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. സോ ഇത് നട്ട്സ് ഇടാത്തതാണ് ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ഇത് എടുക്കുന്നത് ഇപ്പോൾ നട്ട്സ് ഉള്ളതാണ് കേട്ടോ. സോ ഇതും അതേപോലെ തന്നെ കപ്പ് വന്നിട്ട് നമ്മൾ അതിനെ കീറിയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് ഒരു 2 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കത്തി കൊണ്ടെടുത്താലും കിട്ടും. ഓക്കെ, സോ ഈ ഐസ്ക്രീം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഈ ചൂടത്ത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, കഴിക്കാൻ മേക്ക് ചെയ്യാനും വളരെ സിമ്പിളാണ്. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കൂ, നല്ലോണം പ്രോത്സാഹനങ്ങൾ നൽകുക. ഓക്കെ, ഹാപ്പി കുക്കിംഗ്.